സൈക്കോളജി ഓഫ് ദി ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി ഒത്തിരി സ്വാഗതം. ശരീരം രക്ഷയുടെ വിജാഗിരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ വളരെ സൂക്ഷ്മതയോടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഇതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സഭയുടെ പഠനങ്ങളെ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് കാണുകയായിരുന്നു ഈ എപ്പിസോഡിൽ. അതിൻ്റെ തുടർ പഠനങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നടത്തുന്നത്. സർ, ജോൺ പോൾ പാപ്പയുടെ പഠനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. യെസ്, വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ പഠനങ്ങളാണ് കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞതുപോലെ വളരെ സങ്കീർണങ്ങളായ അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റഡീസാണ്. പക്ഷെ നമ്മൾ ഈ ജെൻഡർ ഐഡിയോളജിയുമായിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിൽ ചിലത് മാത്രം നമ്മളെടുത്ത് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴേ നമുക്ക് കുറച്ച് സമയം കൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് നടന്ന കുറച്ച് പഠനങ്ങളും കൂടെ കണ്ടിട്ട് പിന്നീട് നമുക്ക് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ സമയത്തേക്ക് നമുക്ക് പോകാം. അദ്ദേഹം എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴേ ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടൊരു സ്ലൈഡ് ഞാൻ അവിടെ കാണിക്കുകയാണ്. ഇത് 2004 കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് ഇൻ ദ ലെറ്റർ ഓൺ ദ കൊളാബറേഷൻ ഓഫ് മെൻ ആൻഡ് വുമൺ ഇൻ ദ ചർച്ച് ആൻഡ് ദ വേൾഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സൈൻ ചെയ്ത് ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വായിക്കുകയാണ്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് വളരെ ആവശ്യമായിട്ട് തോന്നുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിന്. അതിൽ ഇപ്രകാരം പറയുന്നു: ജെൻഡർ ഐഡൻറ്റിറ്റി ശാരീരികമായ വ്യത്യാസങ്ങൾ അഥവാ ലൈംഗികതയെ വില കുറച്ച് കാണുകയും അതേസമയം പൂർണ്ണമായും സാംസ്കാരിക ഘടകമായ ജെൻഡർ പ്രാധാന്യത്തോടെ എടുത്തു പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തിൽ സെക്ഷുവാലിറ്റിയെ ജെൻഡറിനെയും രണ്ടായിട്ട് തിരിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ജെൻഡറിനെയാണ് ഇന്നത്തെ കൾച്ചർ പൊക്കിപ്പറയുന്നത്. അതൊരു സോഷ്യൽ കൺസ്ട്രക്ഷനായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ പിന്നാലെയാണ് ഈ ഐഡിയോളജി മുഴുവനും വന്നിരിക്കുന്നത്. വളരെ പവിത്രമായി സെക്ഷുവാലിറ്റിക്ക് യാതൊരു വിലയുമില്ല. അത് നമ്മൾ നേരത്തെ കണ്ടു. സെക്ഷുവാലിറ്റിയും ജെൻഡറും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കലായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്. ഇന്നും സഭ അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ചുള്ള സഭയുടെ പഠനം. സെക്യുലർ കൾച്ചർ വേറെ രീതിയിൽ പറയുന്നെങ്കിലും സഭ ആധികാരികമായിട്ട് അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്രകാരം ദ്വിവിധമായ ലൈംഗികതയും വ്യത്യാസങ്ങളെയും വില കുറച്ച് കാണുന്നത് പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇത് 2004 പറഞ്ഞതാണ്. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ നൽകുന്നതിന് വേണ്ടി എന്ന വ്യാജേന ഉയർന്നു വന്ന ഇത്തരം പുതിയ സിദ്ധാന്തങ്ങൾ യഥാർത്ഥത്തിൽ കുടുംബത്തെയും പിതാവും മാതാവും ചേർന്ന അതിൻ്റെ സ്വാഭാവിക ഘടനയെയും ചോദ്യം ചെയ്യുകയും സ്വവർഗരതിക്കും സ്ത്രീ പുരുഷരതിക്കും ഹോമോസെക്ഷുവാലിറ്റി ആൻഡ് ഹീറ്ററോസെക്ഷുവാലിറ്റി ഒരേ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ലൈംഗികതയെ സംബന്ധിക്കുന്ന ബഹുമുഖമായ ആശയ സംഹിതകളാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ സെക്സിനെ കുറിച്ച് എടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് പോളിയാമറസ് റിലേഷൻഷിപ്പ്, സോളോഗാമി അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ വികടമായ റിലേഷൻഷിപ്പ്. നേരത്തെയൊക്കെ നമ്മൾ മോണോഗമി ഇത് ഇപ്പോൾ അതൊന്നും അല്ല. ഇപ്പോഴേ പോളിയാമറസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ പലരുമായിട്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ കൺസെൻഷ്വലായിട്ട് തന്നെ അവരൊരേ വീട്ടിൽ ജീവിച്ച് അവരുടെ ജീവിതം അവർക്ക് പങ്കിടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു എന്നാണ് വളരെ വികൃതമായ യെസ് ഇങ്ങനെ വളരെ വികൃതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇത് നമ്മളോട് പറഞ്ഞു തന്നതാണ്. ഇന്ന് നമ്മൾ ഈ 20 വർഷങ്ങൾക്ക് ശേഷം അത് ശരിക്കും അത് പ്രായോഗികമായിട്ട് നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതിൽ ഫെമിനിസത്തെ പറ്റി, അതായത് സ്ത്രീ ഒരു പ്രാധാന്യം വന്നതുകൊണ്ടുണ്ടായ ഒരു മൂല്യച്യുതിയെക്കുറിച്ചും അത് പറഞ്ഞു വെച്ചിരുന്നു അല്ലേ? നമ്മുടെ എപ്പിസോഡിൽ ഫെമിനിസത്തെ കുറിച്ചുള്ള നമ്മുടെ എപ്പിസോഡുകളിൽ ഇതെങ്ങനെയാണ് ജെൻഡർ ഐഡിയോളജി ഇന്നത്തെ
ഈ രീതിയിൽ രൂപം കൊണ്ടത്, അതിൻ്റെ പിന്നിലേക്ക് നമ്മൾ പോയി ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു. ചരിത്രങ്ങളെയെല്ലാം നമ്മൾ ലിങ്ക് ചെയ്തു. ഫെമിനിസം അതിൽ ഏറ്റവും ഒരു മുന്നിൽ ശക്തമായ ഒരു പങ്കുവഹിക്കും. പങ്കുവഹിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. വീണ്ടും വേറൊരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ സ്ലൈഡ് കാണിക്കുകയാണ്. ഇത് 2000 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസില് പുറപ്പെടുവിച്ച ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നു, കുടുംബ സംവിധാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ സാവധാനം നടക്കുന്ന സാംസ്കാരികവും സാമൂഹികവുമായ ലിംഗപ്രത്യയശാസ്ത്രത്തിൻ്റെ ജെൻഡർ ഐഡിയോളജിയുടെ പൊളിച്ചടുക്കലുകളെ നാം നിസ്സാരമായി കാണരുത്. 24 വർഷം മുമ്പ് നമുക്ക് ഇതേ പഠനം നമുക്ക് വാണിങ്ങി തന്നതാണ്. പക്ഷെ നമുക്കാർക്കും അറിയത്തില്ല ഇങ്ങനെയൊക്കെ സഭ അന്ന് പറഞ്ഞെന്ന്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഇത് നമുക്കറിയാമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. സഭ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സഭയൊന്നും പറയുന്നില്ല, സൈലൻ്റ് ആണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതാത് കാലഘട്ടങ്ങളിൽ പിതാക്കന്മാർ സഭയ്ക്ക് വേണ്ടത്ര ആ ഉപദേശങ്ങളും പഠനങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് തരുന്നുണ്ട്. ഒരു സുനാമി വരുമ്പോൾ നമുക്ക് അതിനു മുമ്പ് മുന്നറിയിപ്പ് കിട്ടുന്നു എന്ന് പറഞ്ഞതുപോലെ കൃത്യമായ മുന്നറിയിപ്പുകൾ കൃത്യമായി ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇന്ന് നടക്കുന്നത്. അതായത് കുടുംബത്തിന് അഗൻസ്റ്റ് ആയിട്ടുള്ള, ഫാമിലിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ യുദ്ധമായത്. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല, അറിയാൻ പാടില്ലാത്തവ നമ്മൾ അറിയുകയും ചെയ്യുന്നുണ്ട്. നമ്മളാരും പഠിക്കാനും ഒട്ടും ശ്രമിക്കുന്നില്ല. അതെ, ആർക്കും ഇതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ തിരിഞ്ഞ് എല്ലായിടും നമ്മളെ ഹെൽപ്പ് എന്നും പറഞ്ഞ് ഹെൽപ്പിന് വേണ്ടി, പക്ഷേ ദാറ്റ് വിൽ ബി ടു ലേറ്റ്. നമ്മുടെ കുടുംബങ്ങളിലായാലും സമൂഹത്തിലായാലും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണത്. ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അത് നമ്മളെ വന്ന് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടേ. അത് വളരെ സത്യമാണ്. പ്രത്യേകിച്ച് ഈ തിയോളജി ദ ബോഡി, പേരൻസ് അല്ലെ യൂത്ത്, ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ഇന്നത്തെ എല്ലാ ഹോട്ട് ബട്ടൺ ഇഷ്യൂസിനും ഒരു സൊല്യൂഷൻ അതിലുണ്ട് എന്നൊക്കെ ഞാൻ പലപ്പോഴും പലരോടും പറയുമ്പോൾ ആരും അതിനെക്കുറിച്ച് ഒരു പ്രാധാന്യത്തോടു കൂടി ഒന്നും ചിന്തിക്കാറില്ല. പക്ഷേ എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഉടനെ അവർ നെട്ടോട്ടം ഓടുകയാണ് സൊല്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള പോളിസി വളരെ കൃത്യമാണ്. നമുക്കിതെല്ലാം അറിയാമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റാനുള്ള സാധ്യതകളെല്ലാം നമ്മൾ അടയ്ക്കുക. മറ്റുള്ള കുടുംബങ്ങളിൽ നടക്കുമ്പോൾ നമ്മൾ അതിനെ വളരെ ഗൗരവത്തോടൊന്നും കാണുന്നില്ല. അവരങ്ങനെ പോയല്ലോ ഇങ്ങനെ പോയതോ നമ്മൾ പറയുള്ളൂ. പക്ഷെ അത് നമ്മുടെ കുടുംബത്തിലേക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നതും ആ ഒരു കാര്യത്തെപ്പറ്റി പഠിക്കാൻ കൂടുതൽ മുന്നിട്ടിറങ്ങുന്നത്. തീർച്ചയായിട്ടും അത് അവൻ്റെ പ്രോബ്ലമാണ്, എൻ്റെ പ്രോബ്ലം അല്ല. പക്ഷെ എൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ, എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് പിന്നെ ഇതിനെക്കുറിച്ച് അപ്പോഴത്തേക്കും ഇറ്റ്സ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. അപ്പോൾ വീണ്ടും ഈ പഠനത്തിൻ്റെ വേറൊരു ആശയം അവിടെ ഞാൻ നിങ്ങളോട് വീണ്ടും അത് കാണിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ജെൻഡർ ഐഡിയോളജിയുടെ ഈ ഒരു പ്രത്യേക ശാസ്ത്രമനുസരിച്ച് സ്ത്രീയോ പുരുഷനോ ആയിരിക്കുന്നത് ബയോളജിക്കലായിട്ട് നിർണ്ണയിക്കപ്പെടുകയല്ല, മറിച്ച് സംസ്കാരം രൂപപ്പെടുത്തുകയാണ്, സോഷ്യൽ കൺസ്ട്രക്ഷൻ. ഇത് 2000 സഭ നമ്മളെ പഠിപ്പിച്ചതാണ്, ഇതാണ് ഇവർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നത് അതിൻ്റെ ക്ലൈമാക്സിൽ പീക്കിൽ വന്നപ്പോഴും നമ്മളതിനെക്കുറിച്ച് ബോധ്യവാന്മാരല്ല. ഒരുപക്ഷെ ഇതുപോലെയുള്ള എപ്പിസോഡുകളിലൂടെ ഈ ജെൻഡർ ഐഡിയോളജി എന്നുള്ളത് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ വരെ ഒരുപക്ഷെ ഉണ്ടാവും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ദാനമാണ് ഈ ഷാലോം ടിവിയിലൂടെ ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും നമുക്ക് ഒരുപാട് ദൈവിക ജ്ഞാനവും നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തരുവാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനമാണ്. ശരിക്കും അത് ഒരു 20 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് ഇത്ര മനോഹരമായിട്ട് ഇത്ര വ്യക്തമായിട്ട് എഴുതിയിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം ഉണ്ടാവും. ഇന്നത്തെ ഒരു ചർച്ച, ഇന്നത്തെ ഒരു ഡോക്യുമെന്റോ അല്ലത്. ഇത്ര നാൾ മുമ്പ്
എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ ദൈവം അത് കൊടുത്തിരുന്നതെന്ന്. ഞാൻ അതുകൊണ്ടാണ് ഇത് ഞാൻ കുറച്ച് ബാക്കിലോട്ട് പോയി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലം മുതൽ ഞാൻ സഭയുടെ പഠനം സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ അന്ന് ഈ വാക്കുകൾ തന്നെ അവർ ഉപയോഗിച്ചിരുന്നു, ജെൻഡർ ഐഡിയോളജി എന്നുള്ളത്. അതുകൊണ്ട് ഇത് കുടുംബത്തിൻ്റെ അടിസ്ഥാനവും പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനവും തകർക്കുന്നതാണ്. വളരെ കറക്റ്റ് ഇല്ലേ? ഇതെന്താണ് ഇതിൻ്റെ ഗോള്? കുടുംബങ്ങളുടെ അടിസ്ഥാനം തകർക്കുക. ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഫാമിലി. ഫൗണ്ടേഷൻ ഓഫ് ദ ഫാമിലി തകർക്കുന്നത് എങ്ങനെയാണ്? വ്യക്തികളുടെ ഫൗണ്ടേഷൻ തകർത്തു. അതെങ്ങനെയാണ്? ആണും പെണ്ണും എന്നുള്ള ആ ഡിഫറൻസ് അത് അബോളിഷ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് കൺഫ്യൂഷൻ വരുത്തിക്കൊണ്ട്. അഗെയിൻ നമ്മൾ കാറൽ മാർക്സിൻ്റെ ഐഡിയോളജിയിലേക്ക്, മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. കാറൽ മാർക്സ് എന്താണ് പറഞ്ഞത്? ഈക്വലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ടാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ ആണും പെണ്ണും, ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറൻസ് അബോളിഷ് ചെയ്യുക. ദ ആൻഡ്രോജനൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ നേച്ചർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നേച്ചറിൻ്റെ ആവശ്യമില്ല നമുക്ക്, ആണും പെണ്ണും എന്നുള്ള. അതുപോലെ തന്നെ നമ്മുടെ ഈ ആണും പെണ്ണ്, വിവാഹം അല്ലെങ്കിൽ കുടുംബം, ഇതൊക്കെയാണ് ഈ അടിമത്തത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നതെന്ന്. ഒരു ഫ്രീഡത്തിന്റെ ഒരു മേഖല കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇന്ന് എനിക്കൊന്ന് ഒത്തിരി ഇന്നത്തെ ജനറേഷന്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ ഈ ഫ്രീഡം. ഓക്കെ, വിവാഹം വേണ്ട, നമുക്ക് ലിവ് ഇൻ റിലേഷൻഷിപ്സ് ആവാം എന്നൊക്കെ, അങ്ങനെ ഒരു കുടുംബം എന്നുള്ളത് നമ്മുടെ കത്തോലിക്ക സഭ ഏറ്റവും അധികം ഒരു ഊന്നൽ കൊടുത്തിരുന്ന ഒരു കാര്യമായിരുന്നു കുടുംബം. അവിടെ തന്നെ നമുക്കൊരു റൈറ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിൽ ഇത് മാറും. അതായത് നമ്മൾ പറയുമല്ലോ, മർമ്മം നോക്കിയാണ് നമ്മുടെ ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ വെറുതെ ഒന്ന് നോവിച്ചങ്ങ് വിടുകയല്ല. മർമ്മത്തടിച്ചാൽ അറിയാം, ഇപ്പോഴല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പം ആള് തീർന്നു. ദാറ്റ് ഈസ് ദ സെയിം തിങ്. ഓക്കെ, ഞാൻ വീണ്ടും അത് കുറച്ചും കൂടെ ഞാൻ അതിൻ്റെ ഡോക്യുമെൻ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. 1960-70 കാലഘട്ടങ്ങളിൽ ആവിർഭവിച്ച ഇത്തരം ആശയ സംഹിതകൾ ലിംഗഭേദം ഒരു വ്യക്തിക്കും അവൻ്റെ ചുറ്റുമുള്ള സമൂഹവും തമ്മിലുള്ള ഇടപെടലുകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്ന് പറയുന്നതോടൊപ്പം ഒരുവൻ്റെ ബയോളജിക്കൽ സെക്സ് അസ്തിത്വവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. നമ്മുടെ ക്രിസ്ത്യൻ ആന്ത്രപ്പോളജിക്ക് കോൺട്രഡിക്ടറി ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണോ, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണോ, അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി, അതാണ് എൻ്റെ ജെൻഡർ. ബയോളജിക്കൽ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ജെനിറ്റൽസോ ബയോളജിക്കൽ സെക്സോ അതൊന്നും നമ്മുടെ എക്സിസ്റ്റൻസുമായിട്ടൊരു കണക്ഷനില്ല. അതാണ് ജസ്റ്റ് കോൺട്രഡിക്ഷൻ. അതേസമയം കത്തോലിക്കാ സഭ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം പറഞ്ഞത്, സെക്ഷുവാലിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ എക്സിസ്റ്റൻസ്. അത് നമ്മുടെ എസൻസ് ആണ്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നല്ല ജീവിതത്തിൻ്റെ തന്നെ എസൻസ് ആണ്. പക്ഷെ ഇവിടെ അവരതിനെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു. അതാണ് ഇവിടെ ഡോക്യുമെന്റിൽ നമ്മൾ കാണുന്നത്. ഇപ്രകാരം ഹോമോസെക്ഷുവാലിറ്റി തുടങ്ങിയ ലൈംഗികമായിട്ടുള്ള അബ്നോർമാലിറ്റി നാം അംഗീകരിക്കണമെന്നും അതിനായി സമൂഹം മാറേണ്ട, നമ്മളാണ് മാറേണ്ടതെന്നും നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളണമെന്നും സഭ എന്ന് പറയുന്നത് ഹോമോഫോബിക് ആണ് എന്നും ഒക്കെ നമ്മളെ ഈ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ നമ്മുടെ ഡോക്യുമെന്റ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഇത് ഒരു പച്ചക്കള്ളമാണ്. നമ്മളറിയാമല്ലോ, നമ്മുടെ ശത്രു ബൈബിളിൽ എന്താ പറയുന്നത്? അവൻ നുണയനും അവൻ്റെ പിതാക്കന്മാർ, അവൻ്റെ അപ്പൂപ്പന്മാരും മുഴുവനും നുണയന്മാരാ. അവരുടെ കുടുംബമേ അങ്ങനെയാ, ആദ്യം മുതൽ അവരങ്ങനെയാ. അപ്പൊ അവർ നാക്കെടുത്താൽ പിന്നെ നുണയെ പറയുകയുള്ളൂ. പാരമ്പര്യം അതാ അവരുടെ. ഇത് പച്ച നുണയാണ്, പച്ച കള്ളമാണ്. നമ്മൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കണം, അല്ലാതെ അസുഖത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നുള്ളൊരു ലെവലിലേക്ക് പോകുന്നു അല്ലേ ഇന്നത്തെ ഒരു ട്രെൻഡ്? അതാണ് എനിക്ക് തോന്നുന്നു. നമ്മള് ഇപ്പോൾ ഒരു കോളേജിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. കുറച്ച് പേര് ഇപ്പം നമ്മൾ ഫാഷൻ ഡ്രസ്സിങ്ങിനെ കുറിച്ച് തന്നെ പുരുഷന്മാർ ചിലപ്പോൾ ഏതെങ്കിലും കുറച്ച് പേര് വളരെ
എപ്പോഴും നോട്ടീസ് ചെയ്യപ്പെടുന്ന കുറച്ച് പേര് പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ്, ഒരു സാധാരണ അല്ലാത്ത ഡ്രസ്സോ അതിൻ്റെ ഡിസൈനോ ഒക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെതുക്കെ മറ്റുള്ളവരും പെതുക്കെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. ട്രെൻഡ്. അതുപോലെ ഒരു ആ ട്രെൻഡ് എന്ന് പറയും, ഇപ്പം ഇമിറ്റേഷൻ. ഇപ്പൊ ബോയ്സിന്റെ ഇടയ്ക്കാണെങ്കിലും ഗേൾസിന്റെ ഇടയ്ക്കാണെങ്കിലും മുടി കളർ ചെയ്ത് യെസ്, ഒരു പല തരത്തിലുള്ള ഇപ്പോൾ ഓറഞ്ച് വയലറ്റ് പല കളറുള്ള മുടി കളർ അടിച്ച് അത് പിന്നെ ഒരു ഫാഷനായിട്ട് മാറുകയാണ്. നമ്മള് പലരും അതൊരു ഫോളോ ചെയ്യുക. നമ്മൾ അവരുടെ അതിനെയല്ല നമ്മൾ സ്പെസിഫിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ തെറ്റും ശരിയല്ല നമ്മൾ അല്ല, പറയുന്നത്. എന്തും ഒരു ട്രെൻഡ് ട്രെൻഡാണ്. അതിപ്പോ ഒരാള് തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്താലും അത് അതിന്റെ follow പുറകെ ചെയ്യുക. പോകാൻ കുറെ ആളുകളുണ്ടാവും. ഇപ്പൊ ഈ ജെൻഡർ ഐഡിയോളജി നമ്മൾ ഇത്രയൊക്കെ ഇതിനെ വിശകലനം ചെയ്ത് പറയുന്നെങ്കിലും ഈ പറയുന്നതെല്ലാം ഒരു പക്ഷേ ഇത് തെറ്റാണ് എന്ന് പറയുന്ന വ്യക്തികളും ഉണ്ടാകാം. നമ്മള് അതെല്ലാം ഇതിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സത്യം ഒന്നേ ഉള്ളൂ. നമ്മൾ സത്യം തുറന്നു വെക്കുക. നമ്മുടെ ഈ എപ്പിസോഡിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ സങ്കീർണതയുടെ ഒരു ദൈവശാസ്ത്രമുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്തു വെച്ചുകൊണ്ട് ഈ ഐഡിയോളജി എങ്ങനെ നമുക്കതിന് ദൂഷ്യം ചെയ്യുന്നു, അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിനിയും പോപ്പ് ബെനഡിക്റ്റിലേക്ക് പോകാം. അപ്പം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ്ക്ക് ശേഷം പോപ്പ് ബെനഡിക്റ്റ് ആണ് മാർപ്പാപ്പ ആയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പോപ്പ് ബെനഡിക്റ്റ് വളരെ വ്യക്തമായിട്ട് ഈ ജെൻഡർ ഐഡിയോളജിയുടെ ഒരു സ്ട്രോങ് ക്രിട്ടിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും ഡോക്യുമെൻറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ഇത് നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെതിരെയുള്ള ഒരു വലിയ ഭീഷണിയാണ് എന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അപ്പം ശരിക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ പിൻഗാമിയായ പോപ്പ് ബെനഡിക്റ്റ് ജോൺ പോൾ മാർപ്പാപ്പായോടൊപ്പം കൂടെ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടതായ എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ മനസ്സ്, ആ പഠനങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് പോപ്പ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞത് ഇതാണ്: ഞാൻ പുതിയ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ എങ്കിൽ ഇത് പ്രത്യേകിച്ച് ജെൻഡർ ഐഡിയോളജി അതുപോലെയുള്ള പുതിയ പുതിയ ആശയങ്ങളെ നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ തന്നെ, അപ്പം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് അദ്ദേഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകുന്നു. അതാണ് തിയോളജി ദ ബോഡി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചെങ്കിലും അതിനുശേഷമുള്ള പല കാര്യങ്ങളും എല്ലാ പിതാക്കന്മാരും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അതാണ് അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. അത് ജെൻഡർ ഐഡിയോളജിയെക്കുറിച്ച് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പദ്ധതി പ്രകാരമുള്ള നമ്മൾ മെയിലായിരിക്കുന്ന അവസ്ഥ, ഫീമെയിലായിരിക്കുന്ന അവസ്ഥ, ഈ ഒരവസ്ഥയെ നമ്മൾ ഡീനേച്ചർ ചെയ്യുന്നതാണ് ഈ ഐഡിയോളജി. അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ വലിയൊരു ക്രിട്ടിക്കായിരുന്നു. നമുക്ക് ചില ഡോക്യുമെൻറ്റുകളൊക്കെ നമുക്ക് കാണാം പോപ്പ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ. ഞാൻ ഇവിടെ സ്ലൈഡിൽ 2005 ഇപ്പം നമ്മൾ 2004 വരെയുള്ളത് കണ്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം പോപ്പ് ആയതിനു ശേഷം ഉള്ള ഒരു എൻസൈക്ലിക്കലാണ് ദേവൂസ് കാരിത്താസ് എസ്ത്, അത് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത്. അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ശരീരത്തെ സ്തുതിക്ക് അർഹമായ രീതിയിൽ വാഴ്ത്തുന്ന സമകാലിക രീതി വഞ്ചനാപരമാണ്. അദ്ദേഹം ശരീരം മോശമാണെന്നല്ല പറയുന്നത്. ശരീരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ വെട്ടിമുറിച്ച് മാറ്റിക്കൊണ്ട് ശരീരത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ മാറ്റിമറിച്ചുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുകയും ആ ഐഡിയോളജി ഒരുപാട് വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നത് അത് വലിയ വഞ്ചനയാണ്. ഇസ് എ ഡിസെപ്ഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈറോസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഈ ഒരു ചാക്രിക ലേഖനത്തിലാണ് മനോഹരമായിട്ട്. അപ്പം നമ്മൾ ഈറോസിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോണോഗ്രഫിക് കൾച്ചർ തരുന്ന ഒരു ഈറോട്ടിക് നേച്ചർ അല്ല. ഈറോസ് എന്ന് പറഞ്ഞാൽ ഒരു എന്തിനോട് ഒരു അത്യധികമായ ഒരു ആഗ്രഹം, അത് എന്തിനോടുമാകാം. പക്ഷേ പോണോഗ്രഫിക് കൾച്ചർ നമ്മളെ സെക്ഷുവാലിറ്റിയുമായിട്ട് മാത്രം അത് കണക്ട് ചെയ്തു. അപ്പോൾ അതങ്ങനെ ഈറോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് പെട്ടെന്ന് സെക്ഷുവാലിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷനാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.
അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഈറോസ് കേവലം ലൈംഗികത ആയി ചുരുങ്ങി വാങ്ങാനോ വിൽക്കാനോ ഉള്ള കേവല വസ്തുവായി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തോടുള്ള അവൻ്റെ മഹത്തായ യെസ് അല്ല, നേരെ മറിച്ച് തൻ്റെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാനും ചൂഷണം ചെയ്യാനുമുള്ള ശരീരത്തിൻ്റെ ഒരു വസ്തുവാണ്, ഒരു മെറ്റീരിയൽ പാർട്ട് മാത്രമായി അവൻ തൻ്റെ ശരീരത്തെയും ലൈംഗികതയും കണക്കാക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം വിമർശിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഈറോസ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു വലിയ ദാഹം, അത് നമ്മളെ വേറെ എപ്പിസോഡുകളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആദ്യത്തെ സീരീസിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ഈറോസ് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ദൈവത്തിനു വേണ്ടി ദൈവത്താൽ നമ്മുടെ ഹൃദയത്തിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നതാണ്. ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം ദൈവത്താൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നതാണ്. അതിനെ ഗ്രീക്കുകാർ ഈറോസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ദൈവം നിരന്തരമായി നമ്മളെ ദൈവത്തിലേക്ക് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണ്? നീ എൻ്റെ സ്നേഹത്തിൽ എന്നും ഇങ്ങനെ ആഴമായി എപ്പോഴും ഇഴുകിച്ചേർന്ന് ജീവിക്കണം. ഈ ദൈവസ്നേഹത്തിൽ ദൈവത്തിന് നീഡൊന്നുമില്ല, ഈസ് ആബ്സല്യൂട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആവശ്യമല്ലാതെ, പക്ഷേ ദൈവം നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഈ ഒരു വലിയ ദാഹം ഈ ലോകത്തിലുള്ള എന്തിനൊക്കെയോ വേണ്ടിയാണ് എന്ന് കരുതി നമ്മൾ റോങ് പ്ലേസിലെല്ലാം സെർച്ച് ചെയ്യുന്നു. ചിലർ പോണോഗ്രഫിയിലായിരിക്കും, ചിലർ വേറെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷനിലായിരിക്കും, ചിലർ വേറെ ഫുഡിലായിരിക്കും, ചിലർ ഡ്രഗിലായിരിക്കും. അങ്ങനെ തെറ്റായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോയി സെർച്ച് ചെയ്ത് ചിലപ്പോൾ നമ്മൾ അതിൽ ഇൻഡൾജ്ഡായി, നമ്മൾ അഡിക്റ്റഡായി നമ്മൾ തകർക്കപ്പെടുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അദ്ദേഹം ബെനഡിക്ട് 16 പറയുന്നത് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ നമ്മുടെ ശരീരം ഒരു വസ്തുവായി അതിനെ എങ്ങനെ വേണേലും എനിക്ക് മാറ്റിമറിക്കാം എന്നുള്ള രീതിയിൽ ഈ ഐഡിയോളജി ശരീരത്തെയും ലൈംഗികതയും കണക്കാക്കും. അപ്പോൾ ഇതൊരു ശരിക്കും തിയോളജി ഓഫ് ദി ബോഡിയുടെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് നമുക്ക് പറയാം ശരിക്കും. സർ, നമ്മുടെ സമയം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. നമുക്കറിയാം ബെനഡിക്ട് പാപ്പയുടെയൊക്കെ പഠനങ്ങൾ നമുക്ക് കേട്ടാലും മതിവരില്ല, ഒത്തിരി പഠിക്കാനുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ചെയ്യേണ്ടിയിരിക്കുന്നു. ഷോൺ, നമുക്ക് ഇത്രയും നേരം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. നമുക്ക് വേണ്ടിയിട്ടൊന്ന് ഒരു ചെറിയ പ്രാർത്ഥനയിൽ അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ശരീരം അവിടുത്തെ ആലയമാണെന്ന്. ആ ആലയത്തെ, ഞങ്ങളുടെ ശരീരത്തെ ഏറ്റവും പരിശുദ്ധിയോടും വിശുദ്ധിയോടും നൈർമല്യതയോടും കൂടെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അങ്ങേ നീല മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബെനഡിക്ട് 16 പാപ്പ പറഞ്ഞു വെച്ച ഒരു വാക്ക് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഈറോസ് എന്ന വാക്ക്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, എന്നെ നീ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിലെത്തുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഈ ഒരു അസ്വസ്ഥത, ഈ ഒരു ദാഹം, ഈ ഒരു സ്നേഹം, അതാണ് ഈറോസ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ചെന്ന് എത്തി നിൽക്കേണ്ടതും ഈ കർത്താവിനെ കുറിച്ചുള്ള ദാഹത്തിലാണ്. നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തേണ്ട ലക്ഷ്യം അത് കർത്താവാണ്. ഈ ഒരു ദാഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കൂടുതൽ കൂടുതൽ ഡ്രൈവ് ചെയ്യട്ടെ, കൂടുതൽ മുന്നോട്ട് ഏറ്റവും മനോഹരമായിട്ട് വിശുദ്ധമായിട്ട് ജീവിക്കാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.